നമസ്കാരം. ഞാൻ കൃഷ്ണ. കുടകിലെ വിരാജ്പേട്ടയിലുള്ള ശ്രുതിലയം സച്ചിദാനന്ദ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. എൻ്റെ പേര് സ്മിത അജികുമാർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മളൊരു ട്രഡീഷണൽ ഒരു ഗുരുജിയുടെ അടുത്ത് നിന്ന് അത് പഠിക്കണം, അറിയണം, അതിനെക്കുറിച്ച് ആധികാരികമായി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും ആധികാരികമായി നമുക്കത് ഗുരുജി പറഞ്ഞു തന്നു. നേരിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കാലത്തും വൈകുന്നേരം നമ്മൾ കുണ്ടലിനി ധ്യാനം ചെയ്യുന്നുണ്ട്, പ്രാണവിദ്യ അഭ്യസിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് നമ്മൾ യോഗ ചെയ്യുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അഖിൽ. ഞാൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ശരിക്കും ഇതൊരു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഭയങ്കര സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാം, നല്ലൊരു ആംബിയൻസ് ആണ്. കിളികളുടെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളെ ഇതും കൂടെ ഹീല് ചെയ്യിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരണത്. ഇവിടെ വന്നതിന് ശേഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. ഗുരുജിയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമസ്തേ, എൻ്റെ പേര് സുധ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ വന്നിട്ടാകുമ്പം നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ അനുഭവിച്ചത്. നമുക്ക് മന്ത്രദീക്ഷ കിട്ടി. നമ്മൾ വരുമ്പോഴും ഇപ്പോഴും ഇല്ല, നമ്മളെ ഒരു മാനസികാവസ്ഥ വളരെ നല്ലതായിട്ടുണ്ട്. വന്നതിനെക്കാട്ടും നല്ല ഒരു. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് വരികയാണ്. എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടെയുള്ള ആ ഒരു കാലാവസ്ഥയും എല്ലാം മനസ്സിന് വളരെയധികം സാന്ത്വനം തരുന്നതാണ്. എൻ്റെ പേര് രോഹിണി. ഞാൻ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് നിന്നാണ് വരുന്നത്. ഗുരുജിയുടെ ഹീലിങ്ങും എല്ലാം കൊണ്ട് വല്ലാണ്ടൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന് ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ എല്ലാം ആവണം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതിലയത്തിൽ ഗുരുജിയായിട്ട് ഒരു 5-6 മാസത്തെ പരിചയമുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തെ പോലുള്ളൊരു ഗുരുവിനെ ഈ കലിയുഗത്തിൽ നമുക്ക് കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഗുരുജി പറയുന്നതനുസരിച്ച് അതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാറ്റിനും നല്ലൊരു ഭാവിയും അതുപോലെ തന്നെ നല്ല ജന്മ തീരാനായിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണത്. എൻ്റെ പേര് സ്മിത സുനിൽകുമാർ. ചാലക്കുടിയാണ് വീട്. ധ്യാനം കൂടി, അതുപോലെ തന്നെ ചക്ര ഹീലിംഗ്, ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്തു. നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല സുഖകരമായിട്ടുള്ള ക്ലൈമറ്റ്. എന്തായാലും ഹാപ്പിയാണ്. നമസ്കാരം, എൻ്റെ പേര് സൂരജ് നന്ദൻ. ഞാൻ മലപ്പുറം ജില്ല നിലമ്പൂരാണ് താമസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗുരു തന്നെയാണെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. നമുക്ക് ഏത് സമയങ്ങളിലും എന്ത് സംശയങ്ങൾ ചോദിക്കാനും നമ്മളോടൊക്കെ ഒരുപാട് സ്നേഹത്തോടെ മാത്രം സ്നേഹമെന്തെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആശ്രമത്തിലൊക്കെ നിങ്ങളെല്ലാവരും പോകണം. അദ്ദേഹത്തിനെ ആശ്രമത്തിൽ വെച്ച് കാണുമ്പോഴുള്ള ഒരു അനുഭവം വേറെയാണ്. എൻ്റെ പേര് ഡിവിൻ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ആശ്രമം നല്ലൊരു ശാന്തിയും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷമാണ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ വടകരയാണ് സ്വദേശം. 2 പ്രാവശ്യം ഞാൻ ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. മാനസികമായിട്ട് തന്നെ നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ 3-4 ദിവസമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഇനിയും വരണമെന്നുണ്ട്. നല്ല നല്ല ക്ലാസ്സുകളൊക്കെ എല്ലാ ദിവസവും ഇവിടെ നടത്തുന്നു. അതുപോലെ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. എല്ലാ തരത്തിലും നല്ല ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. പേര് മഹേഷ്, സ്ഥലം കോഴിക്കോട്. ഹീലിംഗ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിന് നല്ല പോണെന്ന് വെച്ചാൽ നല്ല ഭാരം കുറഞ്ഞു പോയ പോലെ നല്ലൊരു ഭാരമായിരുന്നു. അതൊക്കെ ഹീലിംഗ് ചെയ്തതോടുകൂടി ഒരുപാട് മാറ്റം. എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ കണ്ണുകളിൽ തന്നെ ഒരു പ്രകാശം, നല്ലൊരു പ്രകാശം. മറ്റേത് എല്ലാം ശോഷിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ കാലിക്കറ്റ് പറമ്പിൽ ബസാറിന് വരികയാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ആശ്രമത്തിലെ അന്തരീക്ഷം ഒരു പ്ലസൻറ്റ് സിറ്റുവേഷനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്രയും മൈൻഡ് ഫ്രഷ് ആവുകയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ വന്നത്. അപ്പം എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും അല്ലാതെയുമുള്ള ആളുകളെല്ലാവരും ഈ ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ വരണം. ഗുരുജിയെ കണ്ട് നിങ്ങൾ ഈ യോഗ അഭ്യസിക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്.